ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ആലിയ കട്ട് ഡ്രസ്സ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നോക്കിയാലോ. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് വേണ്ട തുണി ഇതേപോലെ നാലാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേ അളവ് തന്നെയാണ് നമ്മൾ കൈക്കുഴിയായിട്ട് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 1.5 സീം അലവൻസും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റും വേസ്റ്റൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അത് പോയിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വേസ്റ്റ് ലെങ്ത് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ബസ്റ്റിനും ഹിപ്പിനും ഇടയിലുള്ള ഭാഗമാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 1.5 തയ്യൽ തുമ്പ് കൂടി കൊടുത്തിട്ട് വേണം വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് മുകളിൽ നിന്ന് താഴോട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ച് വിട്ടിട്ടാണ് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിവിടെ ആ അറ്റത്ത് തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് 4.5യോ 5 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്നത് 4.5ആണ്. ശേഷം ഇവിടുന്ന് ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ചെരിച്ച് ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് മാർക്ക് ചെയ്തതിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ടെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ട് ഭാഗം ഇതേപോലെയാണ് ഇരിക്കുക. ബാക്ക് വശം നോർമൽ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തിരുന്നു. ഫ്രണ്ട് വശത്തിൻ്റെ കൂടി ബാക്ക് വശം കൂടി അതിൻ്റെ ഒപ്പം കട്ട് ചെയ്തു. പിന്നീട് ഞാൻ ബാക്ക് വശം നോർമൽ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ഇനി നമുക്ക് താഴോട്ട് പ്ലീറ്റ് ഇടാനുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ 40 ഇഞ്ച് വീതിയും 15 ഇഞ്ച് ലെങ്ത്തുള്ള 2 പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് തുണി മാത്രം എടുക്കുക ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റ് ഇടാനായിട്ട്. ബാക്ക് വശത്ത് നമ്മൾ ഇതേപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രണ്ട് ഭാഗത്തെ തുണിയുടെ ആ തയ്യൽ തുമ്പ് വരുന്ന ഭാഗത്ത് താഴോട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ആ അറ്റത്തോട്ട് ഇതേപോലെ ചെരിച്ച് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലൂടെ ചെരിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ലോങ് സ്ലീവ് ആണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ എൻ്റെ ചാനലിൽ സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ പോയിട്ട് കാണാവുന്നതാണ്. ഞാനിവിടെ ആം റൗണ്ട് കൊടുക്കുന്നത് 1.5 സീം അലവൻസും കൂടി കൂട്ടിയിട്ട് 8.5ആണ്. താഴെ അവിടെ 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ട് താഴോട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം മുകളിൽ നിന്ന്. ഞാൻ അവിടെ അറ്റത്തുള്ള സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 4.5ആണ്. പിന്നീട് അവിടെ നിന്ന് ഇവിടേക്ക് ഒരു ലൈൻ ഇതേപോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.